സോണി ടിവിയിൽ സൂപ്പർ സ്റ്റാർ സിംഗർ 3യുടെ പ്രിയപ്പെട്ട ജഡ്ജാണ് നേഹ കക്കർ. ടോപ്പ് സിംഗർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായകൻ ബാബുക്കുട്ടൻ എന്ന ആവിർഭവവും ഈ ഷോയുടെ ഭാഗമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നേഹ മാമും എല്ലാവരുടെയും പ്രിയപ്പെട്ട ജഡ്ജ് തന്നെയാണ്. ഗംഭീരമായ ആഘോഷങ്ങളാണ് ഷോയ്ക്കകത്തും പുറത്തും നേഹ മാമിന് വേണ്ടി ഒരുക്കിയിരുന്നത്. ഷോയുടെ അകത്ത് നടന്ന ആഘോഷങ്ങൾ ഈ ആഴ്ചയിലാണ് ടെലികാസ്റ്റ് ചെയ്യുക. രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഗായകരിൽ ഒരാളായ നേഹ കക്കർ 36ാം ജന്മദിനമാണ് ആഘോഷിച്ചത്. ലോകത്തിൻ്റെ നാനാ ഇടങ്ങളിൽ നിന്നായി പ്രിയ ഗായികയ്ക്ക് നിരവധി പേർ ജന്മദിനാശംസകൾ അറിയിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അസൂയാവഹമായ നേട്ടം കൈവരിച്ച ഗായികയാണ് നേഹ. എന്നാൽ വിജയത്തിലേക്കുള്ള ഗായികയുടെ വളർച്ച അത്ര എളുപ്പമായിരുന്നില്ല. നിധി കക്കർ, ഹൃഷികേഷ് കക്കർ ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടിയായി 1988 നേഹയുടെ ജനനം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മൂന്നാമതൊരു കുഞ്ഞിനെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നില്ല. ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചുവെങ്കിലും അത് സാധ്യമായില്ല. അങ്ങനെയാണ് കുഞ്ഞു നേഹയ്ക്ക് ജന്മം നൽകാൻ കക്കർ ദമ്പതികൾ തീരുമാനിച്ചത്. സഹോദരങ്ങളും ഗായകരുമായ ടോണി കക്കർ, സോനു കക്കർ എന്നിവർക്കൊപ്പം സ്വദേശത്തെ ചെറിയ കച്ചേരി വേദികളിൽ പാടി 4ാം വയസ്സിലാണ് നേഹ സംഗീത ജീവിതത്തിൽ ഹരിശ്രീ കുറിച്ചത്. തുടർന്നിങ്ങോട്ട് നിരവധി വേദികളിൽ സാന്നിധ്യം അറിയിച്ചു. ദിവസക്കൂലിയായ 50 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ ഗീതങ്ങളും ഭജൻസും പാടി. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലായിരുന്ന കുടുംബത്തിന് നേഹയുടെ ചെറിയ വരുമാനം വലിയ ആശ്വാസമായിരുന്നു. 16ാം വയസ്സിൽ സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തെങ്കിലും ഇടയ്ക്ക് വെച്ച് പുറത്തായി. 2008 മീരാഭായി നോട്ട് ഔട്ട് എന്ന ചിത്രത്തിനു വേണ്ടി കോറസ് പാടിയാണ് നേഹ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് അങ്ങോട്ട് തിരക്കുള്ള ഗായികയായി അതിവേഗം വളർന്നു. സ്വതന്ത്ര ഗായികയായി നിരവധി ചിത്രങ്ങളിൽ പാടി. സംഗീത മത്സരവേദികളിൽ വിധികർത്താവായും തിളങ്ങി. ഇന്നൊരു പാട്ടിന് കുറഞ്ഞത് 10 ലക്ഷം രൂപയാണ് നേഹ പ്രതിഫലമായി വാങ്ങുന്നത്. പ്രതിമാസം ശരാശരി 2 കോടി സമ്പാദിക്കുന്നു. കൗമാരം വരെ കുടുംബത്തോടൊപ്പം ഹൃഷികേശിലെ ഒറ്റമുറി വാടക വീട്ടിൽ അന്തിയുറങ്ങിയ നേഹ വർഷങ്ങൾക്കിപ്പുറം അതേ വീടിരുന്നടത്ത് ആഡംബര സൗധം പണി കഴിപ്പിച്ച് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നേഹ ജനിച്ചതും വളർന്നതുമെല്ലാം ഹൃഷികേശിലെ ആ കൊച്ചു വീട്ടിലാണ്. ഭക്ഷണം പാചകം ചെയ്തിരുന്നതും കിടന്നുറങ്ങിയതുമെല്ലാം ആ ഒരു മുറിയിൽ തന്നെ. ഇന്നിപ്പോൾ അതേ സ്ഥലത്ത് നേഹയുടെ ആഡംബര വസതി തലയുയർത്തി നിൽക്കുന്നു. ജീവിതത്തിൽ പിന്നിട്ട വഴികളെക്കുറിച്ചും കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ തനിക്ക് കരച്ചിൽ വരുന്നു എന്ന് നേഹ മുൻപുള്ള അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നേഹ കക്കറിൻ്റെ ജീവിത വിജയം പലരെയും അതിശയിപ്പിക്കുന്നതും പ്രചോദനമാകുന്നതുമാണ്. 2019 യൂട്യൂബിൽ ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞ വനിതാ താരങ്ങളുടെ പട്ടികയിൽ നേഹ 2ാം സ്ഥാനം നേടിയിരുന്നു. ഗ്രാമി ജേതാവ് ബില്ലി ഐലീഷിനെ ഉൾപ്പെടെയുള്ള പല പ്രമുഖരെയും പിന്നിലാക്കിയിരുന്നു നേഹയുടെ അപൂർവ നേട്ടം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ 4.5 ബില്യൺ ആൾക്കാരെയാണ് നേഹ സ്വന്തമാക്കിയത്. 4.8 ബില്യൺ കാഴ്ചക്കാരെ സ്വന്തമാക്കിയ അമേരിക്കൻ റാപ്പർ കാർഡി ബി പട്ടികയിൽ 1ാം സ്ഥാനത്ത് ഇടം പിടിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഇന്ത്യൻ ഗായിക നേഹ കക്കറാണ്. 78.5 മില്യൺ ആൾക്കാരാണ് നേഹയെ ഫോളോ ചെയ്യുന്നത്. 2020 നേഹ കക്കർ വിവാഹിതയായി. ഗായകൻ രോഹൻപ്രീത് സിംഗാണ് ഗായികയുടെ പങ്കാളി. ഒരു സംഗീത ആൽബം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ കണ്ടുമുട്ടിയതാണ് ഇരുവരും. തുടർന്ന് പ്രണയത്തിലാവുകയും അത് പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു. സ്വകാര്യ ചാനലിലെ സംഗീത റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഗായകനാണ് രോഹൻപ്രീത് സിംഗ്. നേഹയേക്കാൾ 7 വയസ്സിന് ഇളയതാണ് രോഹൻ. വിവാഹ സമയത്ത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. സൂപ്പർ സ്റ്റാർ സിംഗർ 3യുടെ പ്രിയപ്പെട്ട ജഡ്ജായി തിളങ്ങുകയാണ് ഇപ്പോൾ നേഹ മാം.